ഷബീർ, പുത്തകൊലയിൽ താമസിപ്പിച്ചിരിക്കുന്ന പുത്തുമലക്കാര് അവര് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ചോദിച്ചു, അവർ പലതവണ ഷോയിൽ വന്ന് സംസാരിച്ചതാണ്, വയനാടിന്റെ വിഷയം വരുമ്പോഴെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്കുണ്ട്. ആ വിഷയമാണ് പലരും സുഭാഷ് ചന്ദ്രബോസ് സാറൊക്കെ ഇരിക്കുന്ന ഷംഷാദും ഉള്ള ചർച്ചയിലൊക്കെ അവർ വന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ ഉറ്റുനോക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജിങ്, ആറംഗങ്ങളുള്ള കുടുംബത്തിനും 2 അംഗങ്ങളുള്ള കുടുംബത്തിനും ഒരേപോലെ ഒരേ അച്ചിൽ വാർത്ത വീടുകളടക്കം കൊടുക്കുന്നതിന് വ്യത്യാസപ്പെട്ട ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർ തന്നെ ഉൾപ്പെടുന്ന ഒരു സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു നിർമ്മാണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടിയന്തരമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, പ്രതീക്ഷ മാത്രമാണ്. ഡിവൈഎഫ്ഐ അത്തരം കാര്യങ്ങളിലൂടെ ഒരു സജീവമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിക്കാം. ഞാൻ വയനാട് ജില്ലാ പ്രസിഡന്റ് അല്ല, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അനുഭവം, അതിൽ ഇതൊക്കെ പല സ്ഥലങ്ങളിലും പുതിയ അനുഭവമാണ്. അത്തരം പുനരധിവാസ പാക്കേജുകളിൽ ഏതെങ്കിലും തലങ്ങളിലെ കുറവുകൾ ഒറ്റപ്പെട്ടുണ്ടാവാം. അത്തരം പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിച്ചു തന്നെയാണ് ഗവൺമെന്റ്, നമ്മുടെ സംവിധാനം ഒറ്റക്കെട്ടായി ഈ പറയുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച കസ്റ്റമൈസ്ഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരാൻ ഇനിയും കുറച്ചുകൂടെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പൊ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധമായ ടൗൺഷിപ്പ് മോഡൽ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ വീടുകളിലെ അംഗസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ അടിയന്തരമായി വരും. ഇപ്പൊ നേരത്തെ കവളപ്പാറയുമായി ബന്ധപ്പെട്ട്, കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ അതേ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ മലപ്പുറം ജില്ലയാണ് എന്റെ നേരിട്ട അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ്, കവളപ്പാറയിലെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 112 കുടുംബങ്ങൾ നമുക്ക് അവിടെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലാകെ 37 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മറ്റെല്ലാം ഭാഗികമായും അതോടൊപ്പം തന്നെ ജോഗ്രഫിക്കലി ആ പ്രദേശത്ത് ഇനി താമസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്തിട്ട് ഗവൺമെന്റ് ഈ നിലയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് അവിടെ എല്ലാം പൂർത്തിയായിട്ടുള്ളത്. അതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില കേസുകൾ അതത്ര ഒറ്റപ്പെട്ടതല്ല ഷബീർ, അതെല്ലാം അത്ര ഒറ്റപ്പെട്ടതല്ല. ആ ഒരു വാക്കിന് ചില പ്രശ്നങ്ങളുണ്ട്, അത് അത്ര ഒറ്റപ്പെട്ടതല്ല. കാരണം വർഷങ്ങളായിട്ട് ചില പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. അത് ഒറ്റപ്പെട്ടതാണെന്ന് നിങ്ങൾ പറയുന്നിടത്ത പ്രശ്നം ആ തെറ്റ് തിരുത്താൻ അവിടെ ഒരു മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടെ നമുക്ക് തിരുത്തിപ്പോണം. അത് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ ഒരു മടിയും നമ്മുടെ സംവിധാനത്തിലില്ല. ഇതിനോടകം തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെല്ലാം അഭിമുഖീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷം ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളിൽ നല്ല നിലപാട് സ്വീകരിച്ച് എല്ലാവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘങ്ങളും എല്ലാം ഒറ്റക്കെട്ടായാണ് ഇതിനെ നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഇവിടെ ആരുടെയെങ്കിലും അഭിപ്രായം സ്വീകരിക്കില്ല എന്നുള്ള ഒരു വാശിയും നമ്മളെ സംബന്ധിച്ച്, ഗവൺമെന്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെ സംബന്ധിച്ചോ അതല്ല ഷബീർ, വിഷയം അതല്ല. ഇങ്ങനെ പുനരധിവസിക്കപ്പെടുക, അത് കഴിഞ്ഞ് ഈ രീതിയിലുള്ള പരാതികൾ വരുമ്പോൾ ഈ പരാതികളായി മാത്രം അവശേഷിക്കുക, അല്ലെങ്കിലേ മാനസികമായിട്ട് തളർന്ന രീതിയിൽ പരിപൂർണമായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരാണ്. എവിടേക്കാണ് പോകേണ്ടത്, ഞങ്ങൾ ഇനി ആരോടാണ് പറയുക, ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായി എന്ന് തോന്നുന്നിടത്ത് വല്ലാതെ അവർ ചെറുതായി പോകുന്ന ഒരു സമയമുണ്ട്. ആരൊക്കെയോ അവരെ ചതിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ ഇതായിരുന്നില്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനം എന്നൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. പുത്തകൊല്ലയിൽ താമസിക്കുന്നവർക്ക് ആ ഒരു വികാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാവുന്നവരാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ളവർ. അതുകൊണ്ടാണ് അവരും അവരുടെ മനസ്സിലും ആ ഒരു ഇൻസെക്യൂരിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം പരിഹരിക്കേണ്ടത് ആ ഇൻസെക്യൂരിറ്റി അല്ലേ എന്നതാണ് ചോദ്യം. അത്തരം ഒരു ഇൻസെക്യൂരിറ്റിയുടെയും ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. എല്ലാവിധ പ്രയാസങ്ങളെയും അവർ അനുഭവിക്കുന്ന എല്ലാവിധ മാനസിക സംഘർഷങ്ങളെയും അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും എല്ലാം വളരെ കൃത്യതയോടുകൂടി അഭിസംബോധന ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന പുനരധിവാസ